ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് വരുന്നത് സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻസ്, ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, സൊല്യൂഷൻസിനെ പറ്റി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലെ. നമുക്കൊന്ന് അതിന്റെ ഇൻട്രഡക്ഷൻ നോക്കാം. അപ്പൊ ആദ്യം തന്നെ പറയുന്നത് സൊല്യൂഷന്റെ ഡെഫിനിഷൻ ആണ്. സൊല്യൂഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയാം. ഹോമോ, ആ വേർഡിന്റെ മീനിങ് തന്നെ എന്താണ്? സെയിം, സിമിലർ എന്നൊക്കെ ഉള്ള പോലെ അല്ലെ. എല്ലായിടത്തും എന്തായിരിക്കും? സെയിം കോമ്പോസിഷൻ ഒക്കെ വരുന്ന പോലെയുള്ള ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചേഴ്സ് ആയിരിക്കും. ഹോമോജീനിയസ് മിക്സ്ചറിൽ എന്ത് കണ്ടെയ്ൻ ചെയ്യാം? മിക്സ്ചർ എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും? 2 or more than 2 കമ്പോണൻസ് ഉണ്ടാവും. രണ്ടോ അതിലധികമോ കമ്പോണൻസ് ഉള്ള ഒരു ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൊല്യൂഷൻസ് എന്ന് ടേം ചെയ്യുന്നത്. അപ്പൊ ഒരു സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? മിനിമം 2 കമ്പോണൻസ് വേണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ആ കമ്പോണൻസിനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തൊക്കെയാണ്? സൊല്യൂട്ടും സോൾവെന്റും. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഏത് കമ്പോണന്റ് ആണോ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ഉള്ളത്, പ്രസന്റ് ആയിട്ടുള്ളത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സോൾവെന്റ് എന്ന് പറയാ. ബാക്കിയുള്ള കമ്പോണൻസ് ആണ് അവിടെ അത് ഈ സോൾവെന്റ് അല്ലാത്ത ബാക്കി കമ്പോണന്റ് ആണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഷുഗർ സൊല്യൂഷൻ നോക്കാന്ന് കരുതാം. ഷുഗർ സൊല്യൂഷൻ നോക്കുമ്പോൾ എന്താണ്? വാട്ടറും ഉണ്ടായിരിക്കും, ഷുഗറും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ വാട്ടർ ആണോ ഷുഗർ ആണോ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ഉണ്ടാവുക? വാട്ടർ. അപ്പൊ ഏതാണോ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി പ്രസന്റ് ആയിട്ടുള്ളത് സൊല്യൂഷനിൽ, അതാണ് നമ്മുടെ സോൾവെന്റ്. അപ്പൊ ഷുഗർ സൊല്യൂഷൻ നോക്കുന്ന സമയത്ത് അവിടെ വാട്ടർ ആയിരിക്കും സോൾവെന്റ്, ഷുഗർ ആയിരിക്കും എന്ത്? സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷൻസ് ഒന്ന് വായിക്കാം. The component that is present in the largest quantity, ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മുടെ സൊല്യൂഷനിൽ ഏത് കമ്പോണന്റ് ആണോ പ്രസന്റ് ആയിരിക്കുന്നത്, ആ കമ്പോണന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോൾവെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സൊല്യൂഷനിൽ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി പ്രസന്റ് ആയിട്ടുള്ള കമ്പോണന്റ്. ഇനി one or more components present in the solution other than the solvent are called solute. അപ്പൊ ഈ സോൾവെന്റ് അല്ലാതെ ബാക്കി സൊല്യൂഷനിൽ പ്രസന്റ് ആയിട്ടുള്ള അതൊന്നോ അതിലധികമോ ആയിട്ടുള്ള ബാക്കിയുള്ള കമ്പോണൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൊല്യൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ സോൾവെന്റും സൊല്യൂട്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? സൊല്യൂഷൻ കിട്ടുന്നത്. അതില് സോൾവെന്റ് ആയിരിക്കും ലാർജസ്റ്റ് ക്വാണ്ടിറ്റി, സോൾവെന്റ് അല്ലാത്ത അതർ കമ്പോണന്റ് ആയിരിക്കും സൊല്യൂട്ട്. രണ്ടുപേരും കൂടെ ഉള്ള എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ആണ്, അതിന്റെ എക്സാമ്പിൾസ്. അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ചിന്തിക്കുക എന്താണ്? ലിക്വിഡ് ആയിട്ടായിരിക്കും എന്നുള്ളത് അല്ലെ. പക്ഷെ അങ്ങനെയല്ല. സൊല്യൂഷൻസ് ഏതൊക്കെയാവാം? സോളിഡ് സൊല്യൂഷൻ ആവാം, ലിക്വിഡ് സൊല്യൂഷൻ ആവാം, ഗ്യാഷ്യസ് സൊല്യൂഷൻ ആവാം. ഓക്കെ, അപ്പോ ഈ സൊല്യൂഷൻ ലിക്വിഡ് ആണ്, ഗ്യാഷ്യസ് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ്, നമുക്കറിയാം ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ആരായിരിക്കും ഉണ്ടാവുക? സോൾവെന്റ് ആണ് എന്നല്ലേ. അപ്പൊ സോൾവെന്റിന്റെ സ്റ്റേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ടോട്ടൽ സൊല്യൂഷന്റെ സ്റ്റേറ്റ് പറയാം. ഫോർ എക്സാമ്പിൾ, സോൾവെന്റ് ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ സൊല്യൂഷൻ ലിക്വിഡ് ആണ്, ലിക്വിഡ് സൊല്യൂഷൻ ആണ്. സപ്പോസ് സോൾവെന്റ് എന്താണ്? ഗ്യാഷ്യസ് ആണ് എന്ന് കരുതുക. ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ആയി പ്രസന്റ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ സൊല്യൂഷനെ വിച്ച് ഇസ് എ ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്ന് പറയും. ക്ലിയർ ആണോ പോയിന്റ്സ്? ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ കണ്ടീഷനിലുള്ള എക്സാമ്പിൾസ് നോക്കാം. ആദ്യം തന്നെ പഠിക്കാനുള്ളത് എന്താണ്? ഗ്യാഷ്യസ് സൊല്യൂഷൻ ആണ് കേട്ടോ. അപ്പൊ ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്ന് ഞാൻ പറയണമെങ്കിൽ അവിടെ സോൾവെന്റ് ഏത് ഫേസിലായിരിക്കണം? ഗ്യാഷ്യസ് ആയിരിക്കണം. അപ്പൊ സോൾവെന്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് മൊത്തം എന്തായിരിക്കും? ഗ്യാസ് ആയിരിക്കും. പിന്നെ സൊല്യൂട്ട് എനിക്ക് വേണമെങ്കിൽ എന്താവാം? ഗ്യാസ് തന്നെ ആവാം, അല്ലെങ്കിൽ എന്താ? ലിക്വിഡ് ആവാം, സോളിഡ് ആവാം. ഏതെടുത്താലും കുഴപ്പമില്ല. എന്റെ സോൾവെന്റ് ഗ്യാഷ്യസ് ആയതുകൊണ്ട് സൊല്യൂഷൻ എന്തായിരിക്കും? ഗ്യാഷ്യസ് സൊല്യൂഷൻ എന്നാണ് പറയാം. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സൊല്യൂട്ടും എന്ത് തന്നെയാണ്? ഗ്യാസ് തന്നെ. രണ്ടും ഗ്യാഷ്യസ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം? മിക്സ്ചർ ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ. നൈട്രജനും ഗ്യാസ് ആണ്, ഓക്സിജനും ഗ്യാസ് ആണ്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു ഗ്യാഷ്യസ് സൊല്യൂഷൻ. അവിടെ സോൾവെന്റും ഗ്യാസ് ആണ്, സൊല്യൂട്ടും എന്താണ്? ഗ്യാഷ്യസ് ആയിട്ടാ വരുന്നത്. അടുത്ത് നോക്കുക, രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത്
സൊല്യൂട്ട് ഞാൻ ഏത് ഫേസിലാണ് എടുത്തിരിക്കുന്നത്? ലിക്വിഡ് ആയിട്ട്. സോൾവെന്റ് ഗ്യാസ് തന്നെ, അതുകൊണ്ടാണല്ലോ ഗ്യാഷ്യസ് സൊല്യൂഷൻ. സൊല്യൂട്ട് ആരാക്കി? ലിക്വിഡ് ആക്കി. അതിന് എക്സാമ്പിൾ നിങ്ങൾക്ക് എന്ത് പറയാം? ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രജൻ. നൈട്രജൻ ഗ്യാസ് ആണ്, ക്ലോറോഫോം ലിക്വിഡ് ആണ്. അപ്പൊ അവര് തമ്മിലുള്ള സൊല്യൂഷനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗ്യാഷ്യസ് സൊല്യൂഷൻ. അതിന്റെ പ്രത്യേകത സോൾവെന്റ് അവിടെ ഗ്യാഷ്യസ് ആണ്, പക്ഷെ സൊല്യൂട്ട് എന്ത് സ്റ്റേറ്റ് ആ? ലിക്വിഡ് ആണ്. അടുത്ത ആ കാറ്റഗറിയിൽ ലാസ്റ്റ് വൺ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുന്നത് സോൾവെന്റ് ഗ്യാസും സൊല്യൂട്ട് ആയിട്ട് സോളിഡും ആണ് വരുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം? ക്യാംഫർ ഇൻ നൈട്രജൻ. ക്യാംഫർ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്. നൈട്രജൻ എന്താണ്? ഗ്യാസ് ആണ്. അപ്പോ നൈട്രജനും ക്യാംഫറും കൂടെ ഉള്ള ആ ഒരു മിക്സ്ചറിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗ്യാഷ്യസ് സൊല്യൂഷൻ ഇൻ വിച്ച് സോൾവെന്റ് ഈസ് ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആൻഡ് സൊല്യൂട്ട് എന്തിലാണ്? സോളിഡ് സ്റ്റേറ്റിലും ആയിരിക്കും. ക്ലിയർ ആണോ? ഫസ്റ്റത്തെ കണ്ടീഷൻ ഗ്യാഷ്യസ് സൊല്യൂഷനുള്ള എക്സാമ്പിൾ. ഓക്കെ, രണ്ടാമത് നോക്കാം. രണ്ടാമത് നമ്മൾ എടുത്തിരിക്കുന്നത് എന്ത് സ്റ്റേറ്റ് ആണ്? ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെ? ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോ അവിടെ സോൾവെന്റ് എന്ത് സ്റ്റേറ്റിലായിരിക്കണം? ലിക്വിഡ്, ലാർജസ്റ്റ് ക്വാണ്ടിറ്റി പ്രസന്റ് ഉള്ളത്. യെസ്, സോൾവെന്റ് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കണം. സൊല്യൂഷൻ ലിക്വിഡ് സൊല്യൂഷൻ ആവണമെങ്കിൽ അവിടെ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ഉള്ള സോൾവെന്റ് എന്തിലായിരിക്കണം? ലിക്വിഡ് ആയിരിക്കണം. അടുത്ത നോക്കാം. നമ്മൾ എന്ത് തന്നെയാ എടുക്കുന്നത്? ഗ്യാസ് കേട്ടോ. ലിക്വിഡ് ആണ് സോൾവെന്റ്. ഫസ്റ്റ് ഞാൻ എന്തെടുക്കുന്നു? ഗ്യാസ് ആണ് എന്റെ സൊല്യൂട്ട് എന്ന് എടുക്കാം. അതിന് എക്സാമ്പിൾ എനിക്ക് എന്ത് കൊടുക്കാം? ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. വാട്ടർ സോൾവെന്റ്, ലിക്വിഡിലാണ്. ഓക്സിജൻ ഗ്യാഷ്യസ് ആണ്. അപ്പൊ അത് എന്തിന് എക്സാമ്പിൾ ആയി? സൊല്യൂട്ട് ഗ്യാസും സോൾവെന്റ് ലിക്വിഡും ആയിട്ടുള്ള മിക്സ്ചറിന് സൊല്യൂഷൻ എക്സാമ്പിൾ ആയില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തേല് സോൾവെന്റ് ലിക്വിഡ് തന്നെ, സൊല്യൂട്ടും ഞാൻ എന്തായിട്ട് തന്നെയാണ് എടുക്കുന്നത്? ലിക്വിഡ് ആയിട്ട്. രണ്ടും ലിക്വിഡ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? എത്തനോൾ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. എത്തനോൾ എന്ന് വെച്ചാൽ ആൽക്കഹോൾ. ആൽക്കഹോള് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ രണ്ടും എന്താണ്? ലിക്വിഡ് ലിക്വിഡ് സൊല്യൂഷൻ ആയി. അടുത്ത എക്സാമ്പിളില് എന്ത് ചേഞ്ച് ചെയ്തു? സൊല്യൂട്ടിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു. സൊല്യൂട്ട് എന്തായിട്ട് എടുത്തിരിക്കുന്നു? സോളിഡ് ആയിട്ട് എടുത്തിരിക്കുന്നു. അതിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം? ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റ്, ഗ്ലൂക്കോസ് സോളിഡ് സ്റ്റേറ്റ്. അപ്പോ സോളിഡ് ലിക്വിഡ് ആയിട്ട് വരുന്ന സൊല്യൂട്ട് സോളിഡും സോൾവെന്റ് ലിക്വിഡ് ആയി വരുന്നതിന് എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം? ഗ്ലൂക്കോസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. രണ്ടാമത്തെ ലിക്വിഡിന്റെ ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത മൂന്നാമത്തെ നോക്കാം. സോളിഡ് സൊല്യൂഷൻ. സൊല്യൂഷൻസ് ആയിട്ട് നമ്മൾ എന്താ എടുക്കുന്നത്? സോളിഡ്. സോളിഡ് സൊല്യൂഷൻ എന്ന് പറയണമെങ്കിൽ അവിടെ നമ്മുടെ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള സോൾവെന്റ് എന്ത് സ്റ്റേറ്റിലായിരിക്കണം? സോളിഡ് സ്റ്റേറ്റിലായിരിക്കണം. അപ്പോൾ സോൾവെന്റ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്. പക്ഷെ സൊല്യൂട്ട് എന്താവാം? സൊല്യൂട്ട് ഗ്യാഷ്യസ് ആവാം, ലിക്വിഡ് ആവാം, സോളിഡ് ആവാം അല്ലെ? അപ്പൊ ഓരോന്നിനും എക്സാമ്പിൾസ് നോക്കാം. അപ്പോ സോൾവെന്റ് സോളിഡ് ആണ്, സൊല്യൂട്ട് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഗ്യാഷ്യസ് ആണ് എന്ന് കരുതുക. അപ്പൊ അതിന് എക്സാമ്പിൾ എന്ത് പറയാം? സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പല്ലേഡിയം. ഹൈഡ്രജൻ ഗ്യാഷ്യസ് ആണ്, പല്ലേഡിയം എന്താണ്? സോളിഡ് ആണ്. അപ്പൊ എന്താണ്? ഈ ഒരു കണ്ടീഷനിൽ കിട്ടുമല്ലോ. സൊല്യൂട്ട് ഗ്യാസ് ഹൈഡ്രജൻ, സോൾവെന്റ് ലിക്വിഡ് പല്ലേഡിയം, സോൾവെന്റ് സോളിഡ് പല്ലേഡിയം ആയിട്ടുള്ള കാറ്റഗറിയിൽ. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത സൊല്യൂട്ട് എന്തായിരിക്കണം? ലിക്വിഡ് ആയിരിക്കണം അല്ലെ? അപ്പൊ നമ്മൾ അതിന് എന്താ എടുത്തിരിക്കുന്നത്? അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം. അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം എന്ന് പറയുമ്പോൾ മെർക്കുറി എന്താണ്? ലിക്വിഡ് ആണ്, സോഡിയം എന്താണ്? സോളിഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂട്ട് ലിക്വിഡും സോൾവെന്റ് സോളിഡും ആയിട്ടുള്ള സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ കിട്ടും അല്ലെ? ഓക്കെ, ലാസ്റ്റ് കണ്ടീഷൻ നോക്കാം. രണ്ടും സൊല്യൂട്ടും സോൾവെന്റും നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത്? സോളിഡ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ എക്സാമ്പിൾ എന്ത് പറയാം? കോപ്പർ ഡിസോൾവ്ഡ് ഇൻ ഗോൾഡ് പറയാം. കോപ്പർ എന്താണ് സ്റ്റേറ്റ് വരുന്നത്? സോളിഡ് ആണ്. ഗോൾഡ് എന്താണ്? സോളിഡ് ആണ്. അപ്പോ സോളിഡ് സോളിഡ് പറയുമ്പോൾ നമുക്ക് എന്ത് എക്സാമ്പിൾ ആലോചിക്കാം? കോപ്പറും ഗോൾഡും തമ്മിലുള്ള സൊല്യൂഷൻ ആലോചിക്കാം. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ്, അതായത് ഗ്യാഷ്യസ് സൊല്യൂഷൻ, സോളിഡ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ. അതിന്റെ സൊല്യൂട്ടിന്റെ സ്റ്റേറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മൾ എക്സാമ്പിൾസ് നോക്കിയതാണ്. ക്ലിയർ? ഓക്കെ, അടുത്ത ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളതാണ് എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള കുറച്ച് ടേംസ് ആണ് പഠിക്കാനുള്ളത്. ഈ ടേംസ് ഒക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ.
ഫസ്റ്റ് പഠിക്കാനുള്ളതാണ് മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ മാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മാസിനെയാണ് ഇവിടെ എന്ത് ഡിനോട്ട് ചെയ്യുന്നത്? W. അപ്പോ മാസ് ബൈ മാസ് റേഷ്യോ ആണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് കൊടുത്തത്? W/W എന്നുള്ള റെപ്രസെന്റേഷൻ കൊടുത്തത്. അതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തത് വോളിയം പെർസെൻറ്റേജ്. അവിടെ എന്ത് വെച്ചിട്ടാണ്? വോളിയം വെച്ചിട്ടാണ് നമ്മൾ റേഷ്യോ എടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ എന്ത് കൊടുത്തത്? വോളിയം V/V എന്ന് കൊടുത്തത്. മൂന്നാമത്തെ പേര് നോക്കുക, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. അപ്പോ മാസിന്റെ ടേം റേഷ്യോ എടുക്കുന്നത് എന്തുമായിട്ടാണ്? വോളിയത്തിന്റെ കൂടെയാണ്. മാസ് ബൈ വോളിയം അല്ലെ. മാസിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഫസ്റ്റത്തെ കേസിൽ മാസ് പെർസെൻറ്റേജ് എന്താ കൊടുത്തത്? W. വോളിയത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എന്താണ് കൊടുത്തത്? V ആയിരുന്നു അല്ലെ. അപ്പോ മാസ് ബൈ വോളിയത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ്? W/V എന്നുള്ള റെപ്രസെന്റേഷനിലാണ് കേട്ടോ. അപ്പോ മൂന്നെണ്ണം ആദ്യം ആലോചിക്കുക. മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഓക്കെ, അടുത്ത നോക്കാം. പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ, പാർട്സ് വെച്ചിട്ട് കമ്പോണൻസ് എത്ര പാർട്സ് ഉണ്ട് അത് വെച്ചിട്ട് പറയുന്ന എക്സ്പ്രസ് ചെയ്യുന്നതാണ് പാർട്സ് പെർ മില്യൺ. അടുത്തത് മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി. ജസ്റ്റ് ഒരു ലെറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ഇക്വേഷൻ ഒക്കെ പഠിക്കുമ്പോൾ ഓർക്കുക, മൊളാരിറ്റിയും മൊളാലിറ്റിയും. ഇത്രയും ടേംസ് ആണ് എന്ത് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിൽ നമ്മൾ പഠിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം നമുക്ക്. മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പിന്നെന്തായിരുന്നു? പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി. ഓക്കെ, ഇനി ഈ ഓരോ ടേംസും നമുക്ക് ഇക്വേഷൻസും പ്രോബ്ലംസും ആയിട്ട് പഠിക്കാം കേട്ടോ. നോക്കാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ പഠിക്കാൻ പോകുന്നതാണ് മാസ് പെർസെൻറ്റേജ്. നൊട്ടേഷൻ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, W/W ആയിട്ട്. മാസ് ആണ് റേഷ്യോ എടുക്കുന്നത്, അപ്പോ W/W ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. നോക്കാം. മാസ് പെർസെൻറ്റേജ് ഓഫ് എ കമ്പോണന്റ്. ഒരു കമ്പോണന്റിന്റെ മാസ് പെർസെൻറ്റേജ് കാണാനാ പറയുന്നത്. അപ്പൊ എങ്ങനെയാ കാണേണ്ടത്? മാസ് ഓഫ് ദ കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ. ഏത് കമ്പോണന്റിന്റെ മാസ് ആണോ, മാസ് പെർസെൻറ്റേജ് ആണോ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറയുന്നത്, ആ കമ്പോണന്റിന്റെ മാസ് എന്ത് ചെയ്യാ? മേലെ ന്യൂമറേറ്ററിൽ കൊടുക്കുക. ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. സൊല്യൂഷന്റെ ടോട്ടൽ മാസ് എന്ത് ചെയ്യാ? ഡിനോമിനേറ്ററിൽ താഴെയും കൊടുക്കുക. ആലോചിക്കുക, ടോട്ടൽ മാസ് താഴെ കൊടുക്കുക. ഏത് കമ്പോണന്റിന്റെ ആണോ നമ്മളോട് ക്വസ്റ്റ്യൻ ഫൈൻഡ് ചെയ്യാൻ ചോദിക്കുന്നത്, ആ കമ്പോണന്റിന്റെ മാസ് കണ്ടുപിടിക്കേണ്ട കമ്പോണന്റ് ആ സൊല്യൂഷനിൽ എത്ര മാസ് ഉണ്ട് അതാണ് എന്ത് കൊടുക്കേണ്ടത്? മേലെ പുട്ട് ചെയ്യേണ്ടത്. ആൻഡ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്തും കൂടെ ചെയ്യാം? മൾട്ടിപ്പിൾ വിത്ത് 100. ക്ലിയർ ആണോ? അപ്പൊ ഇക്വേഷൻ ഒന്നും കൂടെ നോക്കാം. മാസ് ഓഫ് ദ കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ. സൊല്യൂഷനിൽ ആ കമ്പോണന്റിന്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. സൊല്യൂഷന്റെ ടോട്ടൽ മാസ് പുട്ട് ചെയ്യുക ആൻഡ് മൾട്ടിപ്പിൾ വിത്ത് 100. ക്ലിയർ? ഓക്കെ, ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പ്രോബ്ലംസ്, കാൽക്കുലേഷൻസ് ചെയ്യാനുള്ളത്. ഓക്കെ, രണ്ടാമത്തെയാണ് എന്ത് വരുന്നത്? വോളിയം പെർസെൻറ്റേജ്. വോളിയം പെർസെൻറ്റേജ് പറയുമ്പോൾ ഏത് കമ്പോണന്റിന്റെ വോളിയം ആണോ കണ്ടുപിടിക്കേണ്ടത് അത് മേലെ നമ്മൾ പുട്ട് ചെയ്യാം. വോളിയം ഓഫ് ദ കമ്പോണന്റ്, നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ ചോദിച്ച കമ്പോണന്റിന്റെ വോളിയം നമ്മൾ മേലെ കൊടുത്തു. ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷന്റെ ടോട്ടൽ വോളിയം നമ്മൾ എന്ത് ചെയ്തു? താഴെ പുട്ട് ചെയ്തു. ആൻഡ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കൊടുത്തു? മൾട്ടിപ്പിൾ ചെയ്തു. എന്തായിട്ട്? 100 ആയിട്ട്. ക്ലിയർ ആണോ? നോക്കാം. വോളിയം പെർസെൻറ്റേജ് ഓഫ് ദ ഓഫ് എ കമ്പോണന്റ്. ഒരു കമ്പോണന്റിന്റെ വോളിയം പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ ഏത് കമ്പോണന്റിന്റെ ആണോ നമ്മളോട് ചോദിച്ചത് ആ കമ്പോണന്റിന്റെ വോളിയം കൊടുക്കുക. ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ ടോട്ടൽ വോളിയം കൊടുക്കുക. ആൻഡ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 100 ചെയ്യാം. അപ്പൊ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്തേ. വോളിയം പെർസെൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ കാണേണ്ടത്? വോളിയം ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ total volume of solution into 100. Okay. അടുത്തത് മൂന്നാമത്തെ ടേം നമ്മൾ പഠിച്ചതായിരുന്നു മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. എന്നിട്ട് ഞാൻ പറഞ്ഞു മാസ് W ആണ്, വോളിയം V ആണ്. അപ്പൊ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ്?
W/V വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുക എവിടെയാണ്? മെഡിസിനിലും ഫാർമസിയിലും ഒക്കെയാണ്. 1 മാസം ബൈ വോളിയം വെച്ചിട്ടുള്ള ടേം അധികം എന്താണ് നിങ്ങൾ മെഡിസിൻ ഫാർമസി ആ യൂസിലൊക്കെയാണ് കാണാൻ പറ്റുക. ആൻഡ് ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാ? മാസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 100 ml ഓഫ് ദ സൊല്യൂഷൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മാസ് ഓഫ് സൊല്യൂട്ട് ആണ് നമ്മൾ മേലെ കൊടുക്കേണ്ടത്, ഡിവൈഡഡ് ബൈ വോളിയം ആണ് വരിക. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? മാസ് ബൈ വോളിയം പെർസെന്റേജ് എന്ന് പറഞ്ഞത്. അപ്പൊ സൊല്യൂട്ടിന്റെ മാസ് കൊടുക്കുക. ആ സൊല്യൂട്ട് എന്തിലുണ്ടാവുക? 100 ml നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിവൈഡഡ് ബൈ ടേമിൽ എന്ത് വരും? വോളിയം വരും. നേരത്തെ ആദ്യം ചെയ്തപ്പോൾ നമ്മൾ മാസ് ബൈ മാസ് ആയിരുന്നു, പിന്നെ വോളിയം ബൈ വോളിയം ആയിരുന്നു. ഇവിടെ എന്താണ്? മാസ് ബൈ വോളിയം ആണ്. ഇത് കോമൺലി യൂസ് ചെയ്യുക എവിടെയൊക്കെയാണ്? നമ്മൾ ഈ മെഡിസിനിലും ഫാർമസി ആ യൂസിലൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പാക്കറ്റ്സ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ടാബ്ലറ്റ്സിലൊക്കെ ഈ ഒരു W/V പെർസെന്റേജ് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് എക്സ്പ്രസിംഗ് ടേം ആണ് എന്ത്? പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കമ്പോണന്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് എത്ര പാർട്ട് ഉണ്ട് അതാണ് ആദ്യം കൊടുക്കുന്നത്. നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ കമ്പോണൻസ് ഓഫ് ദ സൊല്യൂഷൻ. സൊല്യൂഷനിലെ എല്ലാ കമ്പോണൻസിന്റെയും ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ആണ് എന്ത് ചെയ്യുന്നത്? താഴെ കൊടുക്കുന്നത്. മേലെ നമുക്ക് ഏതിന്റെയാണോ ഫൈൻഡ് ചെയ്യേണ്ടത് ആ കമ്പോണന്റിന്റെ നമ്പർ ഓഫ് പാർട്സ്, താഴെ സൊല്യൂഷനിലെ എല്ലാ കമ്പോണന്റിന്റെയും കൂടെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് താഴെ കൊടുക്കുക. പെർ മില്യണിലാണ് അല്ലെ? നമ്മൾ നേരത്തെ ഒക്കെ എന്തായിരുന്നു? പെർസെന്റേജ് ആയതുകൊണ്ട് നമ്മൾ എന്ത് വെച്ചിട്ടാ മൾട്ടിപ്ലൈ ചെയ്തത്? 100 വെച്ചിട്ട്. ഇവിടെ മില്യണിലായതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? 10⁻⁶ എന്ന് കൊടുക്കുന്നു. മില്യണിലായതുകൊണ്ടാണ് കേട്ടോ പാർട്സ് പെർ മില്യൺ വരുന്ന, അതുകൊണ്ടാണ് 10⁻⁶. മറ്റേതൊക്കെ പെർസെന്റേജ് ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് 100 ആണ്. ഇവിടെ 10⁻⁶ ആണ് എന്നുള്ളത് മറക്കരുത് കേട്ടോ. 100 പെർസെന്റേജ് ചെയ്ത് വരുമ്പോഴേ. ഓക്കെ, അടുത്തതാണ് മോൾ ഫ്രാക്ഷൻ. അപ്പോ മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പോണന്റ് എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് വെച്ചാ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണന്റ്. അതായത് നമ്മളോട് ഇപ്പൊ 2 പേരുള്ള ഒരു സൊല്യൂഷൻ ആണെന്ന് കരുതുക. ഞാനിപ്പോ ഒരു സൊല്യൂഷൻ എടുത്തു. അതിൽ ആരുണ്ട്? എ എന്ന് പറഞ്ഞ കമ്പോണന്റും ഉണ്ട്, ബി എന്ന് പറഞ്ഞ കമ്പോണന്റും ഉണ്ട് എന്ന് കരുതുക. എ എന്ന് പറഞ്ഞ കമ്പോണന്റും ഉണ്ട്, ബി എന്ന് പറഞ്ഞ കമ്പോണന്റും ഉണ്ട്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എന്റെ ആണ് എന്ന് കരുതുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ആണ് കാണണ്ടേ. ഓക്കെ, മോൾ ഫ്രാക്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ കേട്ടോ. കൈ എന്ന് പറയുന്ന സിമ്പിള് മോൾ ഫ്രാക്ഷൻ. എനിക്കിപ്പോ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് കരുതുക. ഞാൻ 2 കമ്പോണന്റ് ഉള്ള ഒരു സൊല്യൂഷൻ ആണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഏതൊക്കെയാ? എയും ബിയും. അതാണ് എന്റെ 2 കമ്പോണന്റ്. അതിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്റെ മോൾ ഫ്രാക്ഷൻ ആണ് എന്ന് കരുതുക. മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ട കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസ് വേണം ഞാൻ ആദ്യം പുട്ട് ചെയ്യാൻ. എന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ വേണം ഞാൻ എന്ത് ചെയ്യാന്? ന്യൂമറേറ്ററിൽ കൊടുക്കാൻ. താഴെ കൊടുക്കേണ്ടത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻസ്. എല്ലാ കമ്പോണൻസിന്റെയും നമ്പർ ഓഫ് മോൾസിന്റെ സം കൊടുക്കണം. അതായത് ഇവിടെ എൻ്റെ എയും ബിയും 2 കമ്പോണന്റ് ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഓഫ് മോൾസ് പ്ലസ് ബിന്റെ നമ്പർ ഓഫ് മോൾസ് വേണം ഞാൻ ചെയ്യാൻ. ക്ലിയർ ആണോ? ഏത് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ആണോ ഫൈൻഡ് ചെയ്യേണ്ടത്? മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കൊടുക്കുക, ഡിവൈഡഡ് ബൈ എത്ര കമ്പോണൻസ് ഉണ്ട് അതിന്റെയൊക്കെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, എല്ലാത്തിന്റെ നമ്പർ ഓഫ് മോൾസ് ഫൈൻഡ് ചെയ്തിട്ടുള്ള സമ്മ് വേണം ഞാൻ എന്ത് ചെയ്യാൻ? താഴെ പുട്ട് ചെയ്യാൻ. ക്ലിയർ ആണോ? അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ആണ് സപ്പോസ് എന്നോട് ചോദിച്ചതെന്ന് കരുതുക. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യാം? ഏതിന്റെയാണോ ഫൈൻഡ് ചെയ്യേണ്ടത് അതിന്റെ നമ്പർ ഓഫ് മോൾസ് വേണം മേലെ പുട്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി വേണം കൊടുക്കാൻ. ഓക്കെ, താഴെ എന്ത് ചെയ്യണം? സമ്മ് കൊടുക്കണം. എ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഓഫ് മോൾസ്, ബി ഉണ്ടെങ്കിൽ ബിൻ്റെത്, എത്ര കമ്പോണൻസ് ഉണ്ട് 3 പേരുണ്ടെങ്കിൽ അതിന്റെ, സി ഉണ്ടെങ്കിൽ സിന്റെയും കൂടെ സമ്മ് താഴെ കൊടുക്കണമായിരുന്നു. ക്ലിയർ ആണോ? അപ്പൊ ടോട്ടൽ ഓൾ ദ കമ്പോണൻസിന്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് വേണം എന്ത് ചെയ്യാൻ? താഴെ കൊടുക്കാൻ. ഏതിന്റെയാണോ മോൾ ഫ്രാക്ഷൻ ഫൈൻഡ് ചെയ്യേണ്ടത് അതിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് മേലെ കൊടുക്കേണ്ടത്.
ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നോക്കാം. നമുക്കിപ്പോ രണ്ട് കമ്പോണന്റ് ഉണ്ട് എന്ന് കരുതുക. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, രണ്ട് കമ്പോണന്റ് ഉണ്ടെങ്കിൽ ആ രണ്ട് പേരുടെ മോൾ ഫ്രാക്ഷനും കൂടെ ആഡ് ചെയ്താൽ വാല്യൂ എന്തായിരിക്കും വരിക? എപ്പോഴും 1 ആയിരിക്കും വരിക. അതായത് എയും ബിയും ആണ് എന്റെ കമ്പോണന്റ്, രണ്ട് കമ്പോണന്റ് ഉള്ള ഒരു സൊല്യൂഷൻ ആണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എയും മോൾ ഫ്രാക്ഷൻ ഓഫ് ബിയും കൂടെ സം ചെയ്താൽ എനിക്ക് വാല്യൂ എപ്പോഴും എന്താണ്? 1 ആണ് വരിക. അപ്പോ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഫൈൻഡ് ചെയ്തു എന്ന് കരുതുക. അപ്പോ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി കിട്ടാൻ എന്ത് ചെയ്താലും മതി? 1 മൈനസ് ചെയ്താലും മതി. വീണ്ടും ഡിവിഷൻ ചെയ്യണ്ട, കാരണം രണ്ടും കൂടെ ആഡ് ചെയ്ത വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ ഒന്ന് ഇപ്പൊ സപ്പോസ് 0.25 ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് 0.25. രണ്ടാമത്തതിന്റെ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും? 0.75 ആയിരിക്കും. ക്ലിയർ? ഇതിപ്പോ രണ്ട് കമ്പോണന്റ് ആണെങ്കിൽ രണ്ട് പേര് വെച്ചിട്ട് ഞാൻ സം ചെയ്തു. കുറെ കമ്പോണന്റ് ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ആഡ് ചെയ്ത വാല്യൂ എപ്പോഴും സം ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും വരിക? 1 ആയിരിക്കും. ഇപ്പൊ 10 പേരുണ്ടെങ്കിൽ 10 പേരുടെ മോൾ ഫ്രാക്ഷനും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 1 ആയിരിക്കും കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പൊ രണ്ട് കമ്പോണന്റ് ഒക്കെ ആണെങ്കിൽ ഒന്ന് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കാൻ വീണ്ടും ഡിവിഷൻ ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താലും മതി? 1 മൈനസ് ചെയ്താലും മതി. ക്ലിയർ? ഓക്കെ, ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഇതൊക്കെ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാനുള്ളതാ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലിൻ ഗ്ലൈക്കോൾ. അതിന്റെ ഫോർമുലയാണ് കേട്ടോ എത്തിലിൻ ഗ്ലൈക്കോളിന്റെ. ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 20% ഓഫ് എത്തിലിൻ ഗ്ലൈക്കോൾ ബൈ മാസ്. എത്തിലിൻ ഗ്ലൈക്കോളിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്, അതില് മാസ് എത്രയാ വരുന്നത്? 20% ആണ്. അപ്പൊ ഇങ്ങനത്തെ ഈ സൊല്യൂഷൻ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ 20% ഒക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തായിട്ട് എടുക്കണം? 20 ഗ്രാം ആയിട്ട് വേണം അതിന് എന്ത് ചെയ്യാൻ? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 20% പറയുമ്പോൾ 20 ഗ്രാം ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ കേട്ടോ. അപ്പൊ 20 ഗ്രാം ഓഫ് എത്തിലിൻ ഗ്ലൈക്കോൾ ആയിട്ട് എടുക്കുക. സൊല്യൂഷൻ അല്ലേ? സൊല്യൂഷൻ പറയുമ്പോൾ എത്തിലിൻ ഗ്ലൈക്കോളും പിന്നെ എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും കേട്ടോ, ക്ലോറോഫോം, ബെൻസിൻ, വേറെ എന്താണെങ്കിലും നെയിം തരും. അല്ലെങ്കിൽ രണ്ടാമത്തെ ആൾ എന്താണ്? വാട്ടർ ആണ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കേട്ടോ. ഓക്കെ, അപ്പോ 20% പറയുമ്പോൾ 20 ഗ്രാം ആണ് എന്റെ എന്ത് വരിക? എത്തിലിൻ ഗ്ലൈക്കോള് വരിക. ക്ലിയർ? ബാക്കി ടോട്ടൽ നമ്മൾ പെർസെന്റേജ് എന്താ? 100%. അതിൽ 20% ആണ് ആര് വന്നത്? എത്തിലിൻ ഗ്ലൈക്കോൾ വന്നത്. അപ്പൊ ബാക്കി 80%, 80 ഗ്രാം ആയിരിക്കും ആരുണ്ടാവുക? വാട്ടർ ഉണ്ടായിരിക്കുക. അപ്പോ റിമൈനിങ് 80 ഗ്രാം ആയിരിക്കും നമ്മുടെ H2O പ്രസന്റ് ആയിരിക്കുക. ആ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? 20% ബൈ മാസ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടോട്ടലിന്റെ 20% ആണ് എത്തിലിൻ ഗ്ലൈക്കോൾ. അപ്പൊ റിമൈനിങ് 80% ആയിരിക്കും വാട്ടർ. ഓക്കെ, ഈ പെർസെന്റേജിനെ നമ്മൾ ഗ്രാം ആയിട്ട് അസ്യൂം ചെയ്യാണ്. 20 ഗ്രാം ആണ് എത്തിലിൻ ഗ്ലൈക്കോള്, റിമൈനിങ് 80 ഗ്രാം ആണ് വാട്ടർ. ഓക്കെ, അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലിൻ ഗ്ലൈക്കോൾ. മോൾ ഫ്രാക്ഷൻ ഓഫ് C2H6O2 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് അല്ലെ? മോൾ ഫ്രാക്ഷൻ ഓഫ് എ കാരണം നമ്മൾ എന്താ പഠിച്ചത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. രണ്ട് കമ്പോണന്റ് ആണെങ്കിൽ. ഇവിടെ എത്തിലിൻ ഗ്ലൈക്കോൾ ആണെങ്കിൽ നമ്മൾ എന്താ ഒന്ന് ഇക്വേഷൻ ആലോചിച്ച് നോക്കിക്കേ. ഏതിന്റെയാണോ മോൾ ഫ്രാക്ഷൻ ഫൈൻഡ് ചെയ്യേണ്ടത് അതിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് മേലെ കൊടുത്തത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് C2H6O2 കൊടുത്തു, ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കുക? നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അല്ലെ? അപ്പോ ഈ ടേമും എത്തിലിൻ ഗ്ലൈക്കോളിന്റെ നമ്പർ ഓഫ് മോൾസും വേണം. രണ്ടാമതായിട്ട് ആരുണ്ട്? വാട്ടർ ഉണ്ട്. ഇതല്ലേ ഇക്വേഷൻ വരിക? ഇക്വേഷൻ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, പുട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം ഞാൻ കാണാൻ പോകുന്നത് എത്തിലിൻ ഗ്ലൈക്കോളിന്റെ നമ്പർ ഓഫ് മോൾസ് കേട്ടോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് C2H6O2. നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഓർത്ത് വെക്കണം കേട്ടോ, മറന്നു പോയിട്ടുണ്ടെങ്കിൽ. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ്
ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. അപ്പോ ഗിവൺ മാസ് എത്രയാ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയാണ് 20 ഗ്രാം. അപ്പൊ ഞാൻ മേലെ എന്ത് കൊടുക്കുക 20. മോളിക്കുലാർ മാസ് അത് ഞാൻ എന്ത് ചെയ്യണം ഫൈൻഡ് ചെയ്യണം. മോളിക്കുലാർ മാസ് എങ്ങനെയാ കാണുക C2H6O2 അല്ലേ മോളിക്കുലാർ മാസ്. ഒന്ന് ഫൈൻഡ് ചെയ്ത് നോക്കിക്കേ. കാർബണിന്റെ മാസ് 12 ആണ്. അങ്ങനെ 2 കാർബൺ. ഓക്കെ പ്ലസ് ഹൈഡ്രജന്റെ മാസ് 1 ആണ്. അങ്ങനെ 6 ഹൈഡ്രജൻ പ്ലസ് ഹൈഡ്രജൻ കഴിഞ്ഞാൽ പിന്നെ ഏതാ ഉള്ളത് ഓക്സിജന്റെ മാസ് 16 ആണ്. അങ്ങനെ 2 ഓക്സിജൻ. ക്ലിയർ ആണോ? അപ്പോ 12 2 24 6 32. $62 കിട്ടുന്നില്ലേ? അപ്പോ മോളാർ മാസ് എന്താന്ന് നമുക്ക് ഫൈൻഡ് ചെയ്തു 62 ഫൈൻഡ് ചെയ്തു അല്ലെ. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ പുട്ട് ചെയ്തോളൂ ആ 62. ഇക്വേഷൻ അതല്ലായിരുന്നോ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് 20 ആണ്, മോളാർ മാസ് 62 ആണ്. അപ്പൊ 20/62 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലിൻ ഗ്ലൈക്കോൾ കിട്ടും. ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എന്താ വരിക 0.322. ഓക്കെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ഇവിടെ പുട്ട് ചെയ്യാനുള്ള വാല്യൂ കിട്ടിയല്ലേ എത്രയാ 0.322 പ്ലസ് ഇനി ഐഡിയും കൂടെ വേണം ഇക്വേഷൻ ഫുൾ ആവാൻ. വാട്ടറിന്റെയും കൂടെ വേണം. വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? ഗിവൺ മാസ് എത്രയാണ് 80 ആണ് അല്ലെ. അപ്പൊ ഗിവൺ മാസ് 80 ഡിവൈഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കാണാൻ ഗിവൺ മാസ് എത്രയാണ് 80 ആണ്. മോളാർ മാസ് വാട്ടർ എത്രയാണ്? ഹൈഡ്രജൻ 2 പ്ലസ് ഓക്സിജൻ 16 ടോട്ടൽ 18. വാട്ടറിന്റെ 18. അപ്പൊ 80/18 ചെയ്ത വാല്യൂ എന്ത് കിട്ടും? 4.444. ഇത്രയും മോളാണ് എന്ത് കിട്ടുക വാട്ടർ കിട്ടുക. അപ്പൊ ഇവിടെ വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസിന് എനിക്ക് എന്ത് കൊടുക്കാം 4.444. ക്ലിയർ ആണോ? അപ്പൊ ഇതിന്റെ ഇക്വേഷൻ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലിൻ ഗ്ലൈക്കോൾ കാണാൻ എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലിൻ ഗ്ലൈക്കോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലിൻ ഗ്ലൈക്കോളിന്റെയും നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടറിന്റെയും സമ്മ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ അപ്പൊ ഒന്ന് എനിക്ക് 0.322 ആണ് എന്ന് കിട്ടി. എന്ത് ചെയ്തിട്ട് ഗിവൺ മാസ് 20 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 62 ചെയ്തിട്ട്. അപ്പൊ അത് ഞാൻ പുട്ട് ചെയ്തു. വാട്ടറിന്റെ എന്താണ് ഗിവൺ മാസ് 80 മോളാർ മാസ് 18 ഡിവൈഡ് ചെയ്തപ്പോ വാല്യൂ കിട്ടി. ഇനി ഈ ഒരു കാൽക്കുലേഷൻ അതായത് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ കിട്ടുമല്ലോ. ഓക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വാല്യൂ കിട്ടുക 0.932 വാല്യൂ കിട്ടും. കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഫൈനൽ ആൻസർ അവിടേക്ക് എത്തുന്നില്ലേന്ന്. ഓക്കെ ഇനി ഇത് ക്വസ്റ്റ്യനില് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ കാണണമെങ്കിൽ കരുതാം. വാട്ടർ കാണണമെങ്കിൽ ഒരു മെത്തേഡ് ഞാൻ എന്താ പറഞ്ഞത്? വാട്ടറിന്റെ മോൾ ഫ്രാക്ഷൻ കാണണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ മേലെ കൊടുക്കുക ഡിവൈഡഡ് ബൈ ഈ ഒരു സമ്മ അല്ലേ. പക്ഷെ ഡിവിഷന് പകരം ഞാൻ എന്താ പറഞ്ഞത്? ടോട്ടൽ മോൾ ഫ്രാക്ഷൻസിന്റെ സമ്മ എന്തായിരിക്കും? എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ ഒരു ടേം കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ടേം കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? 1 മൈനസ് ചെയ്താൽ പോരെ. അപ്പോ വാല്യൂ കിട്ടും കേട്ടോ. ഓ ഇത് വാട്ടറിന്റെ ആണല്ലോ അവര് ചെയ്ത്. ഓക്കെ ഇതായിരുന്നു നമ്മുടെ കാൽക്കുലേഷൻ. 0.322 ഡിവൈഡഡ് ബൈ സമ്മ. ഇതാണ് വാല്യൂ കിട്ടുക. ആരുടെ? മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലിൻ ഗ്ലൈക്കോളിന്റെ വാല്യൂ എന്താ കിട്ടുക? 0.068 കേട്ടോ. വാട്ടറിന്റെ കാണണമെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് മേലെ കൊടുക്കേണ്ടത്. ഈ ഒരു മെത്തേഡിന് പകരം എന്ത് ചെയ്താൽ മതി? 1 മൈനസ് വാല്യൂ ചെയ്താൽ ഇവിടെ കിട്ടിയ എത്തിലിൻ ഗ്ലൈക്കോളിന്റെ വാല്യൂ 1 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഫൈൻഡ് ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഈ ഒരു ഇക്വേഷൻ പാർട്ട് യൂസ് ചെയ്യുന്നതിന് പകരം. ക്ലിയർ ആണോ? ഓക്കെ അപ്പൊ ഇതാണ് എന്തിന്റെ വാല്യൂ? എത്തിലിൻ ഗ്ലൈക്കോളിന്റെ മോൾ ഫ്രാക്ഷൻ. വാട്ടറിന്റെ കാണാൻ ഒന്നെങ്കിൽ ഡിവിഷൻ ചെയ്യാം. പക്ഷെ സിമ്പിൾ വേ എന്താണ്? ഒന്നിന്റെ കിട്ടിക്കഴിഞ്ഞാൽ 1 മൈനസ് ചെയ്താൽ മതി. അപ്പോ 0.932 കിട്ടും.
ക്ലിയർ? ഓക്കെ, അപ്പൊ അടുത്ത ടേം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മൊളാരിറ്റി ട്ടോ. മൊളാരിറ്റി ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. മേലെ എന്താ കൊടുക്കേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് മേലെ കൊടുക്കുക, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ, ടോട്ടൽ സൊല്യൂഷന്റെ വോളിയം കൊടുക്കുക. വോളിയം എന്തിൽ കൊടുക്കണം? ലിറ്ററിൽ തന്നെ കൊടുക്കണം. നമുക്ക് അധിക കേസിലും ക്വസ്റ്റ്യനിൽ ml ആയിരിക്കും തരിക. നമ്മൾ എന്ത് ചെയ്യണം? ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്തേ. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. മൊളാരിറ്റി പറയുന്നത് എന്താണ് വരിക? മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, പ്രോബ്ലം നോക്കാം. Calculate the molarity of a solution containing 5 gram of NaOH in 450 ml solution. അതായത് NaOHന്റെ മാസ് തന്നിട്ടുണ്ട്, ഗിവൺ മാസ് ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ എടുക്കുന്ന മാസ് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മൊളാരിറ്റി. മൊളാരിറ്റിന്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. മൊളാരിറ്റി ക്യാപിറ്റൽ M കാണാൻ എന്താ പറഞ്ഞേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അല്ലെ, സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് കൊടുക്കുക, ഡിവൈഡഡ് ബൈ വോളിയം കൊടുക്കുക. വോളിയം എന്തിൽ കൊടുക്കണം? ലിറ്ററിൽ കൊടുക്കണം. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ എന്താ യൂസ് ചെയ്യണ്ടേ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് എത്ര ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ? 5 ആണ്. ഇനി എന്താണ്? മോളാർ മാസ് അല്ലെ. അപ്പൊ NaOHന്റെ മോളിക്കുലാർ മാസ് എങ്ങനെയാ ഫൈൻഡ് ചെയ്യാ? സോഡിയത്തിന്റെ 23, ഓക്സിജന്റെ 16, ഹൈഡ്രജന്റെ 1. 23 + 16 + 1 ചെയ്തിട്ടുണ്ടെങ്കിൽ വാല്യൂ എന്ത് കിട്ടും? 14 അല്ലെ. അപ്പോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആയിട്ട് ഇവിടെ ആരാണ് എടുത്തിരിക്കുന്നത്? NaOH. അപ്പൊ സൊല്യൂട്ടിന്റെ കാണാൻ ഗിവൺ മാസ് 5 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 40. അപ്പോ വാല്യൂ എന്ത് കിട്ടും? 0.125 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? വോളിയം ലിറ്ററിൽ കിട്ടണം അല്ലെ, താഴെ കൊടുക്കാന്. വോളിയം എത്രയാണ് തന്നത്? 450 ml ആണ് തന്നത്. ml നെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്തായിരുന്നു ചെയ്യുക? ഡിവൈഡഡ് ബൈ 1000. അപ്പൊ 450 ml നെ ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ എനിക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും? ലിറ്ററിലേക്ക് കിട്ടും. അപ്പൊ എന്റെ ആൻസർ എന്ത് വരും? 0.45 വരും അല്ലെ. ഓക്കെ, അപ്പോ ഇനി ഇവിടെ എന്ത് ചെയ്താൽ മതി? പുട്ട് ചെയ്ത് കൊടുത്താ പോരെ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്രയാ കിട്ടിയത്? 0.125 എന്ന് കിട്ടും. വോളിയം എന്ത് കിട്ടും? 450 ഡിവൈഡഡ് ബൈ 1000 കിട്ടും. അപ്പോ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുക? 0.278 എന്ന് വാല്യൂ കിട്ടും. ഓക്കെ, 0.278. ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് കാണുക, നമ്പർ ഓഫ് മോൾസ് കാണാൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്യുക. പിന്നെന്താണ്? വോളിയം ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഓർത്താൽ മതി. ml നെ എന്തിലേക്ക് മാറ്റുക? ലിറ്ററിലേക്ക് മാറ്റുക. എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. ഒന്ന് ഓർത്ത്. ഓക്കെ, അടുത്ത് നോക്കാം അല്ലെ. ഓക്കെ, അടുത്ത ടേം പഠിക്കാനുള്ളതാണ് മൊളാലിറ്റി. ഇതില് ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. മൊളാരിറ്റി ഞാൻ പറഞ്ഞപ്പോ ഞാൻ അവിടെ താഴെ എന്തായിരുന്നു? വോളിയം ആയിരുന്നു അല്ലെ.
അപ്പൊ വോളിയം എന്ന് പറയുന്ന ടേം നമ്മുടെ ടെമ്പറേച്ചറിനനുസരിച്ച് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യുന്ന ഒരു ടേം ആണല്ലോ അല്ലെ. വോളിയം ടെമ്പറേച്ചർ എന്താണ്, ഡിപ്പെൻഡന്റ് ആണ്. അപ്പോ ടെമ്പറേച്ചറിനനുസരിച്ച് വോളിയം ചേഞ്ച് ചെയ്യുമെങ്കിൽ മൊളാരിറ്റിയും എന്ത് ചെയ്യും, അവിടെ ചേഞ്ച് ചെയ്യും. പോയിന്റ് ക്ലിയർ ആണോ? ടെമ്പറേച്ചറും വോളിയം ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് ടെമ്പറേച്ചറിനനുസരിച്ച് നമ്മുടെ മൊളാരിറ്റിക്കും എന്ത് വരും, ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും കേട്ടോ. മൊളാരിറ്റി നമ്മൾ ക്യാപിറ്റൽ എം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറ്. ഇനിയിപ്പോ ഇവിടെ മൊളാലിറ്റിന് നമ്മൾ എന്താ കൊടുക്കുന്നത്, സ്മോൾ എം വെച്ചിട്ടാ കൊടുക്കുക കേട്ടോ. സ്മോൾ ലെറ്റർ എം വെച്ചിട്ട് കൊടുക്കും. മൊളാലിറ്റിന്റെ ഇക്വേഷൻ എന്താ വരിക, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇതുവരെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ താഴെ എന്തായിരുന്നു ടേം കൊടുത്ത, ടോട്ടൽ സൊല്യൂഷന്റെ വോളിയം, സൊല്യൂഷന്റെ മാസ്, അങ്ങനെയല്ലേ കൊടുത്തേ. ഇവിടെ എന്താ കൊടുക്കേണ്ടത്, മാസ് ഓഫ് സോൾവെന്റ് ആണ്. നിങ്ങൾക്ക് ടോട്ടൽ സൊല്യൂഷൻ വെക്കാ തന്നേന്നുണ്ടെങ്കിൽ സൊല്യൂഷനും സൊല്യൂട്ട് മൈനസ് ചെയ്തിട്ട് സോൾവെന്റിന്റെ മാസ് വേണം എന്ത് ചെയ്യാൻ, ഇവിടെ പുട്ട് ചെയ്യാൻ. സോൾവെന്റിന്റെ മാസ് എന്തിൽ കൊടുക്കണം, കിലോഗ്രാമില്. മറ്റോടത്ത് മൊളാരിറ്റിയിൽ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്ററിൽ കൊടുക്കാനാ പറഞ്ഞത്. ഇവിടെ എന്താണ്, മാസ് ഓഫ് സോൾവെന്റ് എന്തിൽ കൊടുക്കുക, കിലോഗ്രാമില് പുട്ട് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ ക്ലിയർ ആണോ? മൊളാലിറ്റി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇവിടെ ഞാൻ പറയാൻ വന്നിരിക്കുന്ന ടേം നേരത്തെ നമ്മൾ പറഞ്ഞു, വോളിയം ടെമ്പറേച്ചറും ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് ടെമ്പറേച്ചറിനനുസരിച്ച് മൊളാലിറ്റിക്ക് എന്ത് വരും, ചേഞ്ച് വരുന്നത്. ഇവിടെ പക്ഷെ താഴെ കൊടുത്തിരിക്കുന്ന ടേം എന്താണ്, മാസ് അല്ലേ. മാസും ടെമ്പറേച്ചറും തമ്മിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ? മാസായിട്ട് ഇല്ല. അതുകൊണ്ട് ടെമ്പറേച്ചറിന് മൊളാലിറ്റിയിൽ എന്തില്ല, എഫക്റ്റ് വരാറില്ല കേട്ടോ. അത് നമുക്ക് MCQലൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് ടെമ്പറേച്ചറിന്റെ ടേം ആയിട്ട്. അപ്പൊ ടെമ്പറേച്ചറിനനുസരിച്ച് മൊളാലിറ്റിക്ക് ചേഞ്ച് നടക്കും. കാരണം വോളിയം ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് മൊളാലിറ്റിക്ക് എന്ത് നടക്കുന്നില്ല, ചേഞ്ച് നടക്കുന്നില്ല. കാരണം ഇവിടെ യൂസ് ചെയ്തത് മാസ് ആണ്. മാസും ടെമ്പറേച്ചറും തമ്മിൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇക്വേഷൻ ക്ലിയർ അല്ലേ? മൊളാലിറ്റി പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് എന്തിൽ പറയാ, കിലോഗ്രാമിൽ പറയാം. ഓക്കെ, ഇനി മൊളാലിറ്റി ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് മൊളാലിറ്റി ഓഫ് 2.5 gram of ethanoic acid CH3COOH in 75 gram of benzene. 75 gram ബെൻസീൻ എടുത്തിട്ടുണ്ട്. എത്തനോയിക് ആസിഡിന്റെ ഗിവൺ മാസ് എത്രയാണ്, 2.5 ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, മൊളാലിറ്റി ഓഫ് എത്തിലിൻ ഗ്ലൈക്കോൾ അല്ലെ, C2H4O2 CH3COH കേട്ടോ. ഓക്കെ, എന്താണ് വരിക, മോൾസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് എന്ത് വേണം, എത്തനോയിക് ആസിഡ് വേണം. ഡിവൈഡഡ് ബൈ എന്താ വരേണ്ടത്, മാസ് ഓഫ് സോൾവെന്റ്. സോൾവെന്റ് ആയിട്ട് ഇവിടെ ആരാ ഉള്ളത്, ബെൻസീൻ അല്ലെ. മാസ് ഓഫ് എന്താ വേണ്ടത്, ബെൻസീന്റെ. എന്തില് കൊടുക്കണം, കിലോഗ്രാമിൽ കൊടുക്കണം. ഇതല്ലേ ഇക്വേഷൻ. നമ്പർ ഓഫ് മൊളാലിറ്റി ഓഫ് എത്തനോയിക് ആസിഡ് കാണാൻ പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോയിക് ആസിഡ് കൊടുക്കുക ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ്. സോൾവെന്റ് ആയിട്ട് ഇവിടെ ആരാ ഉള്ളത്, ബെൻസീൻ. നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വേണ്ട കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾ അല്ലെങ്കിൽ സോൾവെന്റ് ഏതാതില്, സൊല്യൂട്ട് ഏതാതില്, അങ്ങനെയൊന്നും കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. സെന്റൻസ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും എത്തനോയിക് ആസിഡ് ഇൻ ബെൻസീനിലാണ് എന്ന്. ഇനി അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടല്ലോ സോൾവെന്റിന്റെ. ലാർജസ്റ്റ് ക്വാണ്ടിറ്റി പ്രസന്റ് ആയിട്ടുള്ള ആളായിരിക്കും എന്ത്, സോൾവെന്റ്. ഒന്ന് 2.5 ആണ്, ഒന്ന് 75 gram ആണ്. അപ്പൊ ബെൻസീൻ ആയിരിക്കും അവിടെ എന്ത്, സോൾവെന്റ് വരിക കേട്ടോ. അപ്പൊ മാസ് ഓഫ് ബെൻസീൻ കിലോഗ്രാമിൽ കൊടുക്കുക. അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്ത് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലിൻ ഗ്ലൈക്കോൾ ഫൈൻഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലിൻ ഗ്ലൈക്കോൾ ഒന്ന് ഫൈൻഡ് ചെയ്തേക്കാം. C2H4O2 അല്ലേ. നമ്പർ ഓഫ് മോൾസ് കാണാൻ എന്താ ചെയ്യാ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, മറന്നു പോകരുത് കേട്ടോ. ഗിവൺ മാസ് എത്രയാ തന്നിരിക്കുന്നത്, എത്തനോയിക് ആസിഡിന്റെ ഗിവൺ മാസ് 2.5 ഡിവൈഡഡ് ബൈ, ഇനി എന്താ ചെയ്യേണ്ടത്, മോളിക്കുലാർ മാസ് അല്ലെ. ഫൈൻഡ് ചെയ്ത് നോക്കിക്കേ, മോളിക്കുലാർ മാസ് ഓഫ് C2H4O2 എങ്ങനെയാ കാണുക,
കാർബൺ 12 2 ടൈംസ് ഉണ്ട്, ഹൈഡ്രജൻ 1 4 ടൈംസ് ഉണ്ട്, ഓക്സിജൻ 16 2 ടൈംസ് ഉണ്ട്. ഇത് സം ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുക? മോളാർ മാസ് കിട്ടുക. കാർബൺ 2 എണ്ണം, ഹൈഡ്രജൻ 4 എണ്ണം, ഓക്സിജൻ 2 എണ്ണം. അപ്പോ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 60 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോ മോളിക്കുലാർ മാസ് 60. 2.5 ഡിവൈഡഡ് ബൈ 60 കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസിന്റെ ആൻസർ എന്താ കിട്ടുക? 0.0417 മോൾ എന്ന് കിട്ടും. അപ്പോ ഇവിടെ കൊടുക്കേണ്ട വാല്യൂ കിട്ടി 0.0417. ഓക്കെ, താഴെ ഇനി എന്താ കൊടുക്കേണ്ടത്? മാസ് ഓഫ് ബെൻസീൻ കിലോഗ്രാമില്. ബെൻസീന്റെ മാസ് തന്നിട്ടുണ്ടല്ലോ, എത്രയാണ്? 75 അല്ലെ? അപ്പൊ 75 ആണ്. ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. ഗ്രാമിൽ തന്ന വാല്യൂവിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 1000. അവർക്ക് ml തന്ന ലിറ്ററിലേക്ക് മാറ്റാനും ഗ്രാമിൽ തന്ന കിലോഗ്രാമിലേക്ക്, ആ കൺവേർഷൻ എന്തായാലും ക്വസ്റ്റ്യനിൽ വരും. ഡയറക്റ്റ്ലി അവർ തരാറില്ല, അധികം എന്താണ് ഗ്രാമിലും ml ഒക്കെ തരിക. അപ്പൊ അതിനെ കറസ്പോണ്ടിങ് ലിറ്ററിലേക്ക് അല്ലെങ്കിൽ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം കേട്ടോ. അപ്പൊ എന്ത് ചെയ്താൽ മതി? 75 ഡിവൈഡഡ് ബൈ 1000 ചെയ്ത ആ വാല്യൂ കിട്ടി. മൊളാലിറ്റി കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് മോൾസ് ഫൈൻഡ് ചെയ്തു, ഡിവൈഡഡ് ബൈ ബെൻസീന്റെ മാസിനെ കിലോഗ്രാമിലേക്ക് കൊടുത്തു. ഈ ഒരു കാൽക്കുലേഷൻ പാർട്ട് കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മൊളാലിറ്റി കിട്ടും. ഫൈനൽ ആൻസർ വന്നിരിക്കുന്നത് 0.556. മേലെ നമ്മൾ കൊടുക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്, മോൾ. താഴെ കൊടുക്കുന്നത് എന്താണ്? കിലോഗ്രാം ആണ്. അപ്പൊ കിലോഗ്രാം ഇൻവേഴ്സ് യൂണിറ്റ് വരും. മറ്റോടത്താണെങ്കിലോ മൊളാലിറ്റി ആണെങ്കിലും മേലെ മോള് ഡിവൈഡഡ് ബൈ താഴെ ലിറ്റർ. അപ്പൊ മോൾ ലിറ്റർ ഇൻവേഴ്സ്. നോക്കിക്കേ, കാൽക്കുലേഷൻ ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ ആദ്യം പഠിച്ച മാസ് പെർസെന്റേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ മാസ് പെർസെന്റേജ് ഓഫ് ബെൻസീൻ. ബെൻസീന്റെ ഫോർമുല എന്താണ്? C6H6 ആൻഡ് കാർബൺ ടെട്രാക്ലോറൈഡ് ഇഫ് 22 gram of benzene is dissolved in 122 gram of carbon tetrachloride. 22 gram ആരെടുത്തിട്ടുണ്ട്? ബെൻസീൻ എടുത്തിട്ടുണ്ട്. 122 gram ആരും ഉണ്ട്, കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഓരോന്നിന്റെയും മാസ് പെർസെന്റേജ് ആണ്. ഇക്വേഷൻ മറന്നു പോയിട്ടില്ലല്ലോ. മാസ് പെർസെന്റേജ് ഓഫ് ബെൻസീൻ ആണ് കാണണ്ടേന്നുണ്ടെങ്കിൽ എങ്ങനെയാ കാണേണ്ടത്? ഏത് കമ്പോണന്റിന്റെ ആണോ നമ്മളോട് ചോദിച്ചത് അതിന്റെ മാസ് വേണം മേലെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓർമ്മയില്ലേ? ഏത് കമ്പോണന്റിന്റെ ആണോ മാസ് പെർസെന്റേജ് കാണേണ്ടത് ആ കമ്പോണന്റിന്റെ മാസ് ന്യൂമറേറ്ററിൽ കൊടുക്കുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് കൊടുക്കുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ മാസ് പെർസെന്റേജ് ഏതിന്റെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ മാസ് C6H6 ബെൻസീന്റെ മാസ് എത്രയാ തന്നിരിക്കുന്നത്? 22 ആണ്. അപ്പൊ ആ മാസ് നമ്മൾ പുട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് പറയുമ്പോ ആരാണ്? ബെൻസീന്റെ മാസും ഉണ്ട്, കാർബൺ ടെട്രാക്ലോറൈഡിന്റെ മാസും ഉണ്ട്. അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ ഇത് ടോട്ടൽ എന്ത് വരും? 144 വരും അല്ലെ? ഇനി എന്ത് ചെയ്യാ? പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തും കൂടെ കൊടുക്കണം? ഇൻറ്റു 100 കൊടുക്കണം. അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ എന്ത് കിട്ടും? 15.28% എന്ന് കിട്ടും. അപ്പോ ഇതാണ് എന്തിന്റെ മാസ് പെർസെന്റേജ് ഓഫ് ബെൻസീൻ. ബെൻസീന്റെ കാണാൻ പറഞ്ഞ ബെൻസീന്റെ മാസ് മേലെ, ടോട്ടൽ മാസ് സൊല്യൂഷനിലെ ടോട്ടൽ മാസ് താഴെ കൊടുക്കുക, പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, ഇനി സിമിലർ വേയിൽ മറ്റേത് ഫൈൻഡ് ചെയ്തത്, അതായത് മാസ് പെർസെന്റേജ് ഓഫ് രണ്ടാമത്തെ ടേം ആരായിരുന്നു? CCl4 ഫൈൻഡ് ചെയ്തേ.
ഏതിന്റെയാ ഫൈൻഡ് ചെയ്യേണ്ടത്? CCl4. അപ്പൊ CCl4ന്റെ മാസ് 122 മേലെ കൊടുക്കുക, ടോട്ടൽ സമ്മ് 144 കൊടുക്കുക ഇൻറ്റു 100. നിങ്ങൾക്ക് വേറൊരു വഴിയും കൂടെ ഉണ്ട്. ടോട്ടൽ പെർസെൻറ്റേജ് എന്താ 100-ലല്ലേ? അപ്പോ ഒന്ന് 15% കിട്ടി കഴിഞ്ഞാൽ മറ്റേത് എന്തായിരിക്കും? 85% ആയിരിക്കും. 100 മൈനസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക കേട്ടോ, ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദിസ് ഡിവിഷൻ. ഓക്കെ, അപ്പൊ വാല്യൂ എന്ത് ചെയ്യും? 84.72%. അപ്പൊ ഇതിന്റെ സിംപ്ലസ്റ്റ് വേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഓൾറെഡി കിട്ടിയല്ലോ ആകെ 2 കമ്പോണന്റ്. ഒരാള് എത്ര പെർസെന്റേജ് ആ മാസ്? 15% ആണെങ്കിൽ മറ്റേ ആളുടെ എന്താണ്? 100 മൈനസ് 15, 85% എന്നുള്ള പോലെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് 100 മൈനസ് ആദ്യത്തെ ടേം എത്രയാണ്? 15.28 അല്ലെ? ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തിലേക്ക് എത്താം? ആൻസറിലേക്ക് എത്താം കേട്ടോ. ഡിവിഷൻ ചെയ്യുന്നതിൽ ഈസി അതല്ലേ? 2 ടേം ആണ്, ടോട്ടൽ 100, ഒരാളുടെ പെർസെന്റേജ് കിട്ടിയ റിമൈനിങ് 100 മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള നോക്കിയാൽ എന്ത് കിട്ടും? രണ്ടാമത്തെ ടേമിന്റെ ഫൈൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്, കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ഇൻ സൊല്യൂഷൻ കണ്ടെയ്നിങ് 30% ബൈ മാസ് ഇൻ കാർബൺ ടെട്രാക്ലോറൈഡ്. മാസ് ഓഫ് എന്താ കണ്ടുപിടിക്കേണ്ടത്? സോറി, ഒന്നും കൂടെ എടുക്കാതെ പറയട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നത്, കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ഇൻ സൊല്യൂഷൻ കണ്ടെയ്നിങ് 30% ബൈ മാസ് ഇൻ കാർബൺ ടെട്രാക്ലോറൈഡ്. അപ്പൊ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണ്? മോൾ ഫ്രാക്ഷൻ ആണ്. നമുക്ക് എന്ത് ഡീറ്റെയിൽ തന്നിട്ടുണ്ട്? മാസ് വരുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 30 gram ആണ് ബെൻസീന്റെ മാസ് വരുന്നത് തന്നിട്ടുണ്ട്. അപ്പൊ റിമൈനിങ് എന്താണ്? കാർബൺ ടെട്രാക്ലോറൈഡിന്റെ കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ 100 അല്ലേ? ഒന്ന് 30% ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? 70% ആയിരിക്കും. അപ്പൊ 100 മൈനസ് 30 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 70 gram എന്ന് കിട്ടും. അതുവരെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അടുത്ത് നോക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മോൾ ഫ്രാക്ഷൻ അല്ലേ? മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ കാണാൻ എന്തായിരുന്നു ഇക്വേഷൻ? മോൾ ഫ്രാക്ഷന്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ. ബെൻസീന്റെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ കൊടുക്കുക. താഴെ എന്തായിരുന്നു കൊടുക്കേണ്ടത്? സം അല്ലെ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീനും കൊടുക്കണം, പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് രണ്ടാമത്തെ ടേം ആരാ ഇതിന് വരുന്നത്? കാർബൺ ടെട്രാക്ലോറൈഡും കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ കണ്ടുപിടിക്കാം കേട്ടോ. എങ്ങനെയാ വരിക? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ബെൻസീന്റെ എത്രയാ തന്നിട്ടുണ്ട്? 30% ആണ്. അപ്പൊ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? 30 ആയിട്ട് എടുക്കുന്നു. ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ബെൻസീന്റെ മോളിക്കുലാർ മാസ് എങ്ങനെയായിരുന്നു കാണുക? 12 കാർബൺ 6 ടൈംസ് ഉണ്ട്, ഹൈഡ്രജൻ 6 ടൈംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ സമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 78 എന്ന് വാല്യൂ കിട്ടും കേട്ടോ. അപ്പൊ 30/78 ചെയ്തിട്ടുണ്ടെങ്കിൽ 0.3846 മോൾ. ഇതാണ് എന്ത് കിട്ടുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ കിട്ടുന്നത്. അടുത്ത എന്തായിരുന്നു? ടേം കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഓഫ് CCl4 ഫൈൻഡ് ചെയ്യണം അല്ലെ? CCl4 ഗിവൺ മാസ് എത്രയാണ്? ഒന്ന് 30 ആണെങ്കിൽ റിമൈനിങ് 70 ആണ് CCl4. അപ്പൊ ഗിവൺ മാസ് ഞാൻ എന്ത് കൊടുത്തു? 70 എന്ന് കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യണം? മോളാർ മാസ് ഫൈൻഡ് ചെയ്യണം അല്ലെ? മോളാർ മാസ് എങ്ങനെയാ കാണുക? കാർബണിൻ്റെത് 12 ആണ്, ഒരു കാർബൺ. ക്ലോറിൻ്റെത് 35.5 ആണ്, അങ്ങനെ 4 ക്ലോറിൻ. 12 പ്ലസ് 35.5 4 ടൈംസ് ചെയ്താൽ നമുക്ക് വാല്യൂ എന്ത് കിട്ടും? 154. ഓക്കെ, 154 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്പർ ഓഫ് മോൾസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഗിവൺ മാസ് 70 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 154. കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 0.4545. ഇവിടെ നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? 0.3846.
ക്ലിയർ? ഇനി എന്ത് ചെയ്താൽ മതി? ഡയറക്ട്ലി പുട്ട് ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസ് ഓഫ് ബെൻസീൻ എത്രയാ നമുക്ക് വാല്യൂ കിട്ടിയത്? 0.3846 അല്ലെ? അപ്പൊ അവിടെ നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുക? 0.3846. താഴെയും അതേ ടേം ആണ് 0.3846. നമ്പർ ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് നമ്പർ ഓഫ് മോൾസ് എത്രയാ കിട്ടിയത്? 0.4545 ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് പുട്ട് ചെയ്യാം? 4545. ഈ ഒരു കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 0.458 എന്ന് കിട്ടും. കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അടുത്ത് വരുന്നത് കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സൊല്യൂഷൻ. രണ്ട് എയും ബിയും പാർട്ടായിട്ട് ആ ക്വസ്റ്റ്യൻ. രണ്ടുപേരുടെ കേസിലും എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? മൊളാരിറ്റി ആയിരുന്നു. മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് മേലെ കൊടുക്കുക ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. വോളിയം ഓഫ് സൊല്യൂഷൻ എന്തിൽ കൊടുക്കുക? ലിറ്ററിൽ കൊടുക്കുക. അപ്പൊ നോക്കിക്കേ, ഇതല്ലേ ഇക്വേഷൻ മൊളാരിറ്റിന്റെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് 30 gram ഓഫ് ദിസ് കമ്പോണന്റ് ആണ് അല്ലെ, ഇൻ 4.3. ഇതിന് വാല്യൂ ലിറ്ററിൽ തന്നെയാ തന്നത്. സോ കൺവേർട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ ഇക്വേഷൻ എന്ന് പറയുന്നത് മൊളാരിറ്റി, ഫസ്റ്റത്തെ എ പാർട്ട് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മൊളാരിറ്റി കണ്ടുപിടിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലെ. നമ്പർ ഓഫ് മോൾസ് ഫൈൻഡ് ചെയ്തോളൂ. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. ഗിവൺ മാസ് ക്വസ്റ്റ്യനിൽ എത്രയാ തന്നിട്ടുണ്ട്? 30 ആണ് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് ഒന്ന് കമ്പോണന്റിന്റെ ഫൈൻഡ് ചെയ്ത് നോക്കുക. കൊബാൾട്ടിന്റെ 59 കൊടുത്തു, നൈട്രജൻ 14, ഓക്സിജൻ 16 3 ടൈംസ്. ഒന്നുകൂടെ ഞാൻ പറയാം. കൊബാൾട്ട് ഉണ്ട്, NO3 2 ടൈംസ് ഉണ്ട്, 6H2 ഉണ്ട്. കൊബാൾട്ടിൻ്റെത് 59 കൊടുത്തു. ഈ ഒരു ബ്രാക്കറ്റ് ടേംസ് ആണ് ഞാൻ നോക്കുന്നത്. നൈട്രജൻ എത്രയാണ്? 14. ഓക്സിജൻ എത്രയാണ്? 16. അങ്ങനെ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഉണ്ട്. ഈ ഒരു ടേം, ടോട്ടൽ ടേം എത്ര ടൈംസ് ഉണ്ട്? NO3 2 ടൈംസ് ഉണ്ട്. അപ്പൊ ഈ ഒരു വാല്യൂ ഇൻറ്റു 2 കൂടെ വരും അല്ലെ. പ്ലസ് 6 ടൈംസ് H2. H2O എത്രയാണ്? 2 + 16 18 ആണ്. 6 ടൈംസ് എന്ത് വരും? വാട്ടർ വരും. അപ്പോൾ ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മോളാർ മാസ് എന്ത് കിട്ടും? 291 കിട്ടും കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കാണാൻ ഗിവൺ മാസ് 30 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് 291 ചെയ്യുക. വാല്യൂ എന്ത് വരും? 0.103 മോൾ. അപ്പൊ നമ്പർ ഓഫ് മോൾസിന് എനിക്ക് എന്ത് പുട്ട് ചെയ്യാം? 0.103. അടുത്ത ടേം എന്താണ്? താഴെ കൊടുക്കേണ്ടത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് കൊടുത്തു ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. വോളിയം 4.3 ലിറ്ററിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ ഡയറക്ട്ലി കൊടുത്താൽ മതി. കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മോളാന്ന് കിട്ടും? 0.023 എന്ന് കിട്ടും കേട്ടോ. ഈ പാർട്ട് ക്ലിയർ അല്ലേ? ജസ്റ്റ് മോൾസ് കാണാം. മോൾസ് കാണാൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. നമ്പർ ഓഫ് മോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ മൊളാരിറ്റി കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ബി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഓക്കെ, നോക്കിക്കേ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 30 ml ഓഫ് 0.5 മോളാർ H2SO4 ഡൈല്യൂട്ടഡ് ടു 500 ml. അപ്പോ നമ്പർ ഓഫ് മോൾസ് നമ്മൾ ഇവിടെ തന്നല്ലോ 0.05 എന്ന്. അതെന്താ മീൻ ചെയ്യുന്നത് വെച്ചാല് 1000 ml ആണെങ്കിൽ അവിടെ എത്ര പ്രസന്റ് ആണ്? 0.5 മോളാർ ആണ് എന്ന് വെച്ചാൽ 0.5 മോൾ ആയിരിക്കും അവിടെ പ്രസന്റ് 1000 ml ആയിട്ട് എടുക്കുമ്പോ. നമുക്ക് പക്ഷെ എത്രയേ തന്നിട്ടുള്ളൂ? ml
30 ml അല്ലേ, നമ്മൾ പൊതുവെ 1000-ലാണല്ലോ എടുക്കുന്നത്. 1 ലിറ്ററിൽ എത്രയാണല്ലേ, 1 ലിറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 ml. 1000 ml-ലാണ് ഈ 0.5 കിടക്കുന്നത്. നമ്മളേല് പക്ഷെ എത്രയേ ഉള്ളൂ, 30 ml ഉള്ളൂ. അപ്പൊ നോക്കിക്കേ, 1000 ml ആണെങ്കിൽ അവിടെ എന്താണ് പ്രസന്റ് ആയിട്ടുള്ളത്, 0.5 മോൾ അല്ലേ. ഓക്കെ, അപ്പൊ 1 ml ആണെങ്കിൽ എന്താ നടക്കുക, 1000 ml 0.5. അപ്പൊ 1 ml ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക, 0.5/1000. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്ര ml ആ, 30 ml അല്ലേ. അപ്പൊ 1 ml-ന്റെ വാല്യൂ ആണ് ഇത്. 30 ml-ന്റെ കാണാൻ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്പിൾ വിത്ത് 30. 0.5/1000 into 30. ഓക്കെ, അപ്പൊ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും മോളാണ് വാല്യൂ കിട്ടുക. ആ ഒരു കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആക്കുക. ഇനി മൊളാരിറ്റി കാണാൻ ഒന്നുമില്ലല്ലോ, നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം കൊടുത്താൽ മതി. മോൾസ് ഇവിടെ നിന്ന് ഫൈൻഡ് ചെയ്തല്ലോ, എത്രയാണ്, 0.015 ഡിവൈഡഡ് ബൈ എത്രയാണ്, 500 ml ആണ്. അതിന് എന്തിൽ കൊടുത്താൽ മതി, ലിറ്ററിൽ കൊടുത്തു. അപ്പൊ എന്ത് കിട്ടി, 0.03 മോളാന്ന് കിട്ടും. ഫൈനൽ ആൻസർ. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം എന്തിൽ കൊടുക്കുക, ലിറ്ററിൽ കൊടുക്കുക. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വന്നിരിക്കുന്നത്, കാൽക്കുലേറ്റ് മൊളാരിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് Ki, പൊട്ടാഷ്യം അയഡൈഡ് കേട്ടോ. ഇഫ് ദ ഡെൻസിറ്റി ഓഫ് 20% aqueous Ki is 1.202. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, മൊളാലിറ്റി ആ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ആദ്യം തന്നെ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്ത് വെച്ചു, മോളാർ മാസ് ഫൈൻഡ് ചെയ്ത് വെക്കുക കേട്ടോ. പൊട്ടാഷ്യത്തിന്റെ എത്രയാണ്, 39. അയഡിന്റെ എത്രയാണ്, 127. അപ്പൊ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോളിക്കുലാർ മാസ് എന്ത് കിട്ടും, 166 കിട്ടി. അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത് നോക്കാം, 20% ആണ്. അതിന് ഞാൻ എന്തായിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പെർസെന്റേജ് ക്വസ്റ്റ്യനിൽ തന്നാൽ 20 gram ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ റിമൈനിങ് വാട്ടർ എത്രയായിരിക്കും, 100. 100-ൽ 20 എന്താണ് എടുത്തു, ബാക്കി 100 - 20 ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, 80 gram കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ മൊളാലിറ്റി ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ഓർത്തേ, മോൾസ് ഓഫ് Ki. മോൾസ് എങ്ങനെയാ കണ്ടുപിടിക്കുക, ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. ഗിവൺ മാസ് ക്വസ്റ്റ്യനിൽ 20 തന്നിട്ടുണ്ട്, മോളിക്കുലാർ മാസ് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് കൊടുക്കുകയാണ്. എത്രയാ തന്നിട്ടുണ്ട്, ഒന്ന് 100-ൽ ഒന്ന് 20 ആണെങ്കിൽ ബാക്കി റിമൈനിങ് 80 gram ആണ് ആരുണ്ടാവുക, വാട്ടർ ഉണ്ടാവുക. അപ്പോ മാസ് എന്തെന്ന് കിട്ടി, 80 gram ആണ്. അതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ 1000. നമ്പർ ഓഫ് മോൾസ് കാണാൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ് കൊടുത്തു. മാസ് ഓഫ് വാട്ടർ സോൾവെന്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്തു, kg-യിൽ കൊടുക്കാൻ 80/1000. 80 കിട്ടിയാൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഒന്ന് 20 ആണെങ്കിൽ റിമൈനിങ് 100% ആണ്, 20% ആണെങ്കിൽ ബാക്കി 80. ഓക്കെ, കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ മൊളാലിറ്റി കിട്ടി. അടുത്ത എന്താണ് കണ്ടുപിടിക്കേണ്ടത്, മൊളാരിറ്റി അല്ലെ. ഓക്കെ, ഡെൻസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണെന്ന്, 1.202 ആണ് ഡെൻസിറ്റി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, വോളിയം കണ്ടുപിടിക്കാലോ. വോളിയം ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. ഓക്കെ, വോളിയം ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി ആണ്. മാസ് എത്രയാ തന്നിരിക്കുന്നത്, ടോട്ടൽ സൊല്യൂഷന്റെ മാസ് ആണ്. ടോട്ടൽ സൊല്യൂഷന്റെ ആണ് ഡെൻസിറ്റി തന്നത്. അപ്പോ മാസ് എന്താണ്, ടോട്ടൽ സൊല്യൂഷന്റെ 100 എടുക്കണം കേട്ടോ.
20യും 80യും അതിലൊന്നും കൺഫ്യൂസ്ഡ് ആവരുത്. ടോട്ടൽ സൊല്യൂഷന്റെ ആണ് 100 കൊടുക്കുക. മാസ് കൊടുത്തു, മാസ് ബൈ ഡെൻസിറ്റി 1.202 കൊടുത്താൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? ml ലായിരിക്കും കിട്ടുന്നത്. കിട്ടിയതിന് എന്ത് ചെയ്താൽ മതി? കാരണം ഡെൻസിറ്റി തന്ന യൂണിറ്റ് നോക്കിയാൽ മതി. ഡെൻസിറ്റി തന്നത് എന്താണ്? ഗ്രാം പെർ ml ലാണ്. അപ്പോൾ ഒരു ടേം ഗ്രാം 100 ഗ്രാമിലാ കൊടുത്ത, താഴത്തെ ടേം എന്തിലായിരിക്കും നമുക്ക് കിട്ടേണ്ടത്? ml ലായിരിക്കും. ml കിട്ടിയതിന് പിന്നെ എന്ത് ചെയ്താൽ മതി? ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോ മൊളാരിറ്റി കാണാൻ ഡൗട്ട് ഒന്നുമില്ലല്ലോ. നമ്പർ ഓഫ് മോൾസ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചു അല്ലെ. ഗിവൺ മാസ് 20, മോളിക്കുലർ മാസ് 166. ഓർമ്മയില്ലേ പ്രീവിയസ് വണ്ണിൽ ഇവിടെ ഫൈൻഡ് ചെയ്തത് നമ്പർ ഓഫ് മോൾസ്. ഡിവൈഡഡ് ബൈ പിന്നെന്താ ചെയ്യേണ്ടത്? വോളിയം കൊടുത്തു, ലിറ്ററിൽ കൊടുത്തു. കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടും? 1.45 എന്ന് കിട്ടും. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ മൊളാലിറ്റിയും ഫൈൻഡ് ചെയ്തു നമ്മള്, മൊളാരിറ്റിയും ഫൈൻഡ് ചെയ്തു. അടുത്ത് വരുന്നത് എന്താണ്? മോൾ ഫ്രാക്ഷൻ ട്ടോ. മോൾ ഫ്രാക്ഷൻ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഏതിന്റെയാണോ ഫൈൻഡ് ചെയ്യേണ്ടത് അതിന്റെ നമ്പർ ഓഫ് മോൾസ് മേലെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊടുക്കുക. നമ്പർ ഓഫ് മോൾസ് കുറെ നേരം നമ്മൾ രണ്ടിനും മൊളാലിറ്റിയിലും ഒക്കെ കൊടുത്തു അല്ലെ. 20/166 ഇതാണ് എന്ത് വരിക? നമ്പർ ഓഫ് മോൾസ് ഓഫ് KI വരിക. KI കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ടേം നമ്മളതിൽ ആരാ? രണ്ടാമത്തെ കമ്പോണന്റ് ആരാണ്? വാട്ടർ ആണ്. വാട്ടറിന്റെ ഇനി കാണുമ്പോ എങ്ങനെയാ നമ്പർ ഓഫ് മോൾസ് കാണുക? ഗിവൺ മാസ് ഒന്ന് 20 ആയിരുന്നു, അതുകൊണ്ട് ഇത് എന്താണ്? 80 ആണ്. ഗിവൺ മാസ് 80 ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്താണ്? 18 വാട്ടറിൻ്റെത്. അപ്പൊ എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കിട്ടും. ഇനി എങ്ങനെയാ ചെയ്യാ മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ ഓഫ് KI ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ KIന്റെ മോൾ നമ്പർ ഓഫ് മോൾസ് കൊടുക്കുക. താഴെ KIൻ്റെതും വാട്ടറിന്റെയും കൂടെ സം ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊടുക്കുക. ക്വസ്റ്റനിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ? കുറെ ക്വസ്റ്റ്യൻസ് ആയില്ലേ നമ്മൾ ചെയ്യുന്നത്? ഓക്കെ, ഇനി പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നെന്താ വാല്യൂ കിട്ടിയ? മോൾസ് ഓഫ് KI 0.12 എന്നാണ്. ഡിവൈഡഡ് ബൈ അടുത്തത് എന്താണ്? സമ്മ ചെയ്യുക. 1.12, വാട്ടറിൻ്റെ 4.44. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 0.0263 എന്ന് കിട്ടും മോൾ ഫ്രാക്ഷൻ ഓഫ് KI. ഇനിയിപ്പോ രണ്ടാമത്തെ കമ്പോണന്റിന്റെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 1 മൈനസ് ചെയ്താൽ മതി. കാരണം നമുക്കറിയാം ടോട്ടൽ സം എന്തായിരിക്കും വരിക? മോൾ ഫ്രാക്ഷന്റെ 1 ആയിരിക്കും. അപ്പൊ ഒന്നിന്റെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേത് കാണാൻ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് ആ ടേം ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്ത ടോപ്പിക് മുതൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യാം? നന്നായിട്ട് പഠിക്കുക. കാൽക്കുലേഷൻ പാർട്സ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ടാറ്റാ.